മൈക്കിന്റെ മുന്നിലേക്ക് വരുമ്പോഴാണ് തുരുതുര ഈ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്, ജലപീരങ്കി പ്രയോഗം നടത്തിയത്. വാസ്തവത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന വേദിക്ക് അരികിൽ തന്നെ ടിയർ ഗ്യാസിന്റെ ഷെല്ലുകൾ വന്ന് വീഴുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ പുറകിലാണ്, ഈ സ്റ്റേജിന് മറയുണ്ടായിരുന്നു. അതുകൊണ്ട് DGP ഓഫീസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ടിയർ ഗ്യാസ് ജലപീരങ്കി ഞങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഇല്ല. ഉഗ്രമായ വെടിവയ്പ് ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. എന്താണ് സംഭവിക്കുക? കാരണം ഇത്രയും നേതാക്കന്മാർ, MP-മാർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും MLA-മാർ ഇരിക്കുന്ന ഒരു വേദിക്ക് നേരെ ഇങ്ങനെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കേരളത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, ലാത്തിച്ചാർജ് ഉണ്ടായിട്ടുണ്ട്, ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുന്നറിയിപ്പോട് കൂടിയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തലയ്ക്ക് മീതെയാണ് ടിയർ ഗ്യാസ് വന്ന് വീഴുന്നത്, ഞങ്ങളിരിക്കുന്ന ഗ്രനേഡ് വന്ന് വീഴുന്നത്. അതോടൊപ്പം ഞങ്ങളിരിക്കുന്ന വേദിയിൽ ഗ്രനേഡിന്റെ പാളികൾ വന്ന് വീഴുകയാണ് ചെയ്തത്. എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ഈ ഗ്യാസ്, ഇതിന്റെ ഈ പുക ശ്വസിച്ച് ഒട്ടനവധി സ്ത്രീകളടക്കമുള്ളവർ, MP-മാരും MLA-മാരടക്കം ബോധം കെട്ട് വീണു. എല്ലാവരും ഓടുകയാണ് ചെയ്തത്. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമില്ല. അങ്ങനെ ഈ സർക്കാർ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തൽ ഭാഗമായി നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഇത്രയും നരനായാട്ടം നടത്തിയത് പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടിയുള്ള ഇടപാടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിർദ്ദേശമാണ് പോലീസിന് കൊടുത്തത് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാനും അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും വേണ്ടി പോലീസ് നടത്തിയ ഈ ഗ്രനേഡ് പ്രയോഗവും അവരുടെ പ്രതിപക്ഷ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗത്തിൽ പ്രതിപക്ഷ തലയ്ക്ക് മീതെ ഗ്രനേഡിന്റെ പാളികൾ വന്ന് വീഴുന്നതുമെല്ലാം നിസ്സാര കാര്യമല്ല. ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ നേതാക്കന്മാർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗം നടത്തിയത്? യാതൊരു KPC പ്രസിഡന്റ് 15 മിനിറ്റ് പ്രസംഗിച്ചു, ഒരു പ്രകോപനമില്ലായിരുന്നു. അതിലെ പ്രതിപക്ഷ പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, യാതൊരു പ്രകോപനമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത്? എന്തിനാണ് ഗ്രനേഡ് എറിഞ്ഞത്? എന്തിനാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി ഞങ്ങളുടെ DGP മാർച്ച് അലങ്കോലപ്പെടുത്തിയത്? തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിൽ ഞങ്ങൾ നവകേരള സദസ്സ് തീർന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല. ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ, ഈ സർക്കാരിന്റെ നരനായത്തിനെതിരെ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയോടുകൂടി തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ, MP-മാരെ, MLA-മാരെ പോലും വെറുതെ വിടാതെ അവരെ പോലും നേരിടുന്ന ഈ സർക്കാരിനെതിരായുള്ള അതിശക്തമായ പ്രക്ഷോഭം നടത്തും. ഞങ്ങളുടെ 100 കണക്കിന് സഹോദരിമാരടക്കമുള്ള പ്രവർത്തകന്മാര് ആശുപത്രിയിലാണ്. പോലീസ് കല്ലേറ് നടത്തി ഉൾപ്പെടെയുള്ള പോലീസിന്റെ കല്ലേറ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റാണ് നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും MP-മാർ MLA-മാർ പോലും ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരള പോലീസ് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിലും പബ്ലിക്കിലും പറയാനുള്ള അവസരമുണ്ടായി. ഇനിയാൻ തന്നെ നമ്മളുടെ സുഹൃത്ത് MLA മാത്യു കുഴൽനാടന്റെ കൈയിലടിച്ച് അവരെ പോലീസ് ബ്രൂട്ടാലിറ്റി കാണിച്ച് അദ്ദേഹത്തെ ആസ്പത്രിക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ വേദിയിൽ എത്തുകയായി. ആ വേദിയിൽ നമ്മളുടെ KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ 9 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അടുത്തത് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ. വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു. കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. അപ്പോൾ അതോടെ ഈ വേദിയിൽ നടക്കുന്നതൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചു. 18 ടിയർ ഗ്യാസ് ഷെൽ അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ DGP പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? ഒരു പ്രോവക്കേഷനും ഉണ്ടാവാതെ. പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുണ്ടായിരുന്ന മെഗഫോൺ വഴിക്ക് അതൊന്നും ചെയ്തില്ല. കാരണം പ്രോവക്കേഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെ വാർണിംഗ് കൊടുക്കും? ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്കായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ.
ഞാനത് DGPയോട് പറഞ്ഞു. അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എപ്പോൾ എടുക്കും, എന്തായിരിക്കും കാരണം നമുക്ക് നിങ്ങൾ തന്നെ മാധ്യമക്കാരെ കണ്ടുപിടിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? ഒരു പ്രോവക്കേഷൻ ഇല്ലാതെ, ഒരു വാർണിംഗ് ഇല്ലാതെ, ഒരു ലോ ബാഡിങ്, അതോ എല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഈ റാലി നടത്തിയത്. വേദി കെട്ടിയതും കൂടി അങ്ങനെ ഒരു രീതിയിലാണ്. ആരും ഉപദ്രവിക്കാതിരിക്കാൻ ഒരു വഴിയിൽ ഈ പാതിയിൽ എല്ലാവരും നിന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക? ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ചോദിക്കുന്നു, ഇത് ആരുടെ ഓർഡേഴ്സിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാരണമില്ലാതെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ ഫയർ ചെയ്യാൻ, അതോ എല്ലാം വെച്ച് സ്ട്രോങ്നെസ്റ്റ് ടിയർ ഗ്യാസ് ആയിരുന്നു. നമ്മൾക്ക് അതിൻ്റെ ആ ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൂടി ഞങ്ങളുടെ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയും ഒക്കെ എരിയാണ് ഇപ്പൊ കൂടി. ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ ഭരിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം? എന്താണ് അവരെ എതിരിക്കാൻ പാടില്ല, അവരുടെ എതിരെ സംസാരിക്കാൻ പാടില്ല, കരിങ്കൊടി കാണിക്കാൻ പാടില്ല, അവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല, ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതി നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ വലിയ സീരിയസ് ആയ നടപടി എടുക്കണം. അതുമാത്രമല്ല, ഇതിൽ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ MP-മാരും MLA-മാരും അവരുടെ സ്വന്തം പിന്നെ പാർലമെന്റിലും നിയമസഭയിലും പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഒരു പ്രൊട്ടസ്റ്റ് കൊടുക്കണം. ഇത് ഒരു ക്രൂരതയാണ് പോലീസ് കാണിച്ചത്. ഒരു ജനാധിപത്യ പ്രതിനിധികളുടെ എതിര് അതിനും ആക്ഷൻ എടുക്കേണ്ടി വരും. ഈ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല. സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ഇൻഎക്സ്ക്യൂസിബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റ് കഴിഞ്ഞല്ലോ ഇപ്പോൾ, അതല്ല സംഗതി. അപ്പോൾ ഇനി അടുത്ത സെഷൻ വരുമ്പോഴേക്കും ഇത് 2 മാസം ഇനിയും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും സ്പീക്കർക്ക് ഞാൻ എഴുതി, അത് എൻ്റെ ഒരു അവകാശമാണ്. MP ഞാൻ മാത്രമല്ല, വേദിയിൽ എത്ര MP-മാരിക്കുണ്ടായിരുന്നു? 4-5 MP-മാരുണ്ടായിരുന്നു വേദി. അവരെല്ലാവർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട്. MLA-മാരുണ്ടായിരുന്നു, അവർക്ക് ഇവിടെ നിയമസഭയിൽ പറയാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഈ പാർലമെന്ററി പ്രിവിലേജ് ഒരു കാരണത്താണ് കൊടുത്തിരിക്കുന്ന ഭരണഘടന പ്രകാരം. പാർലമെന്ററി പ്രിവിലേജ് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് അവർ പ്രവർത്തനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇത് ഇങ്ങനെ ചെയ്യണത് വല്ല കാരണം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു കാരണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും മിണ്ടാണ്ട് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സങ്കടമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത്. എല്ലാവരും കേരളത്തിന് ജനാധിപത്യത്തിന് എത്ര നോളം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്താണ്? ഓക്കെ താങ്ക്സ്.